ഭാരത് മാതാവിന്റെ ചിത്രത്തെ ചൊല്ലി വിവാദമുയർന്നതിനെ തുടർന്ന് രാജ്ഭവനിലെ പരിപാടി ഉപേക്ഷിച്ചു. ചിത്രം മാറ്റണമെന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അതിന് തയ്യാറായില്ല. തുടർന്ന് കൃഷിമന്ത്രി പങ്കെടുക്കേണ്ട പരിപാടി ഉപേക്ഷിക്കുകയായിരുന്നു. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാചരണം ഒഴിവാക്കി കൃഷിമന്ത്രി പി പ്രസാദ് വേദിയിൽ ഭാരതമാതാവിന്റെ ചിത്രം വരച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണമെന്നാണ് റിപ്പോർട്ട്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയാണ് കഴിഞ്ഞ ദിവസവും രാജ്ഭവനിൽ പരിപാടി നടന്നിരുന്നത്. എന്നാൽ പരിസ്ഥിതി ദിനാചരണം സർക്കാർ പരിപാടിയായതിനാൽ ചിത്രം മാറ്റിവെക്കണമെന്ന് കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ വഴങ്ങിയില്ല. ഇതോടെയാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്ന് മന്ത്രി തീരുമാനിച്ചത്. തുടർന്ന് സ്വന്തം നിലയ്ക്ക് പരിപാടി നടത്തുമെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം രാജ്ഭവനിലാണ് നിശ്ചയിച്ചിരുന്നത്. പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്നലെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ എത്തിയപ്പോഴാണ് സെൻട്രൽ ഹാളിന്റെ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്നത് കണ്ടത്. പുതിയ ഗവർണർ വന്നതിനു ശേഷമാണ് ഇത്തരത്തിൽ ചിത്രം വെച്ചത്. സർക്കാർ പരിപാടിയിൽ ഇത്തരത്തിൽ ചിത്രം വെക്കുന്നത് ശരിയല്ലെന്ന് കൃഷിവകുപ്പ് പിന്നീട് രാജ്ഭവനെ അറിയിച്ചു. എന്നാൽ ചിത്രം മാറ്റാൻ കഴിയില്ലെന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത്. ഇതോടെ പരിപാടി ഉപേക്ഷിക്കുന്നതായി സർക്കാർ വ്യക്തമാക്കി. രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി ഒഴിവായതോടെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിലേക്ക് സർക്കാർ പരിപാടി മാറ്റി. മന്ത്രി പി പ്രസാദ്, പി പ്രശാന്ത് MLA, കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കൃഷിവകുപ്പ് ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന പരിപാടിയാണ് രാജ്ഭവനിൽ നടക്കാനിരുന്നത്. ഗവർണർക്ക് ചടങ്ങിൽ പച്ചക്കറി അടക്കം കൈമാറുന്ന പരിപാടിയായിരുന്നു നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ഗുരുമൂർത്തിയുടെ പ്രഭാഷണത്തെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു കാരണവശാലും രാജ്ഭവൻ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ രാഷ്ട്രീയ വിഭാഗത്തിലുള്ളവരുടെ പ്രഭാഷണത്തിനുള്ള വേദിയാവാൻ പാടില്ലാത്തതാണ്. ഭരണഘടനാപരമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാൾ അവിടെ ഒരു പ്രഭാഷണം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഔദ്യോഗികമായ ചുമതലയുള്ളവർ രാജ്ഭവനിൽ ഒരു പ്രഭാഷണം നടത്തിയാൽ അതും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നാൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ ചുമതലയോ ഭരണപരമായ ചുമതലയോ ഇല്ലാത്ത ഒരാൾ, ഒരു ബാഹ്യശക്തി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ബാഹ്യമായ ഒരാൾ എങ്ങനെയാണ് വരുന്നത്? ഒരു ബാഹ്യശക്തികൾ രാജ്ഭവനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും. ഇതിനോട് പൊരുത്തപ്പെടാൻ ഗവൺമെൻറ്റിന് പറ്റുകയില്ല. അത് അന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ തന്നെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞു, ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രാജ്ഭവനിൽ സംഘടിപ്പിച്ചത് ഒട്ടുമേ ശരിയായില്ല, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. രാജ്ഭവൻ രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേദിയാക്കാൻ പാടില്ലാത്തതാണ്. രാജ്ഭവൻ നമ്മുടെ എല്ലാമാണ്. രാജ്ഭവൻ അവിടെയുള്ള ഏതെങ്കിലും ഒരു ആളിൻ്റെ അല്ല രാജ്ഭവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ താൽക്കാലികമായി ഞങ്ങളിരിക്കും, ഞങ്ങളുടെയാണോ സെക്രട്ടേറിയറ്റ്? മന്ത്രി ഓഫീസ് ഞങ്ങളുടെയാണോ? ഔദ്യോഗിക വസതി ഞങ്ങളുടെയാണോ? രാജ്ഭവൻ ഒരു ഗവർണറുടെയും അല്ല രാജ്ഭവൻ. ഇതെല്ലാം ഒരു പൊതുവാണ്. കാരണം ഓരോ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിലേക്ക് ചുമതലപ്പെടുത്തപ്പെടുന്നതിൻ്റെ പേരിൽ എത്തുന്നവരാണ്. അവിടെ ഇരുന്നിട്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായി ആ രാഷ്ട്രീയത്തിൽ വരും. ഓരോന്നിനും ഓരോ അതിർവരമ്പുകളുണ്ട്. ഞങ്ങൾക്ക് തന്നെയും ഏതെല്ലാം വരെ പോകാൻ പറ്റും പ്രവർത്തനത്തിൽ കൃത്യമായി എന്നവണ്ണം അത് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഞങ്ങൾ പൊതുവായ ഇടങ്ങളിൽ ഞങ്ങളത് പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ? കൃഷി വകുപ്പിൻ്റെ പരിപാടിക്കകത്ത് നാളെ മുതൽ അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത കൊടിയുമായിട്ട് ഞാൻ വന്ന് നിന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഞാൻ ആ പാർട്ടിയുടെ മന്ത്രിയാണ്, ആ പാർട്ടിയാണ് എനിക്ക് വന്നിരിക്കുന്നത്. കാരണം മത്സരിക്കുന്ന അവസരത്തിൽ ഏത് പാർട്ടിയോടാണ് നിങ്ങൾ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് രേഖപ്പെടുത്തുകയും അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ചേരുന്നവർക്കെല്ലാം അതാത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കത്തിയിട്ട്, ഇപ്പോൾ അതാണല്ലോ നിലമ്പൂരിൽ തന്നെ നമ്മൾ കണ്ടത്, ചില പ്രശ്നമുണ്ട്. അപ്പം രാഷ്ട്രീയ പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ചില പരിഗണനകളുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മുതൽ എല്ലാ കൃഷി വകുപ്പിൻ്റെ എല്ലാ പരിപാടിക്കകത്തും അരിവാൾ ചുറ്റുകയോ അല്ലെങ്കിൽ അരിവാൾ നെൽക്കതിരോ അല്ലെങ്കിൽ അരിവാൾ അടുത്ത ദിവസം അരിവാൾ ചുറ്റിക നക്ഷത്രമോ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. സർക്കാരിൻ്റെ പരിപാടിക്കകത്ത് അത് പറ്റില്ല. പാർട്ടി പരിപാടിയിൽ നമുക്ക് പോയി പങ്കെടുക്കാം, അതിനെ അത്തരത്തിൽ കണ്ടാൽ മതി. പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയാത്ത ചില കാര്യങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അത് രാജ്യത്തിന് ഒരൊട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അവിടെ എങ്ങനെയാണ് മറ്റെത്രയോ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരിക? വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ രാജ്ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ലേ? വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവർ രാജ്ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ലേ? അവരെ എല്ലാവരെയും അഭിസംബോധന ചെയ്യേണ്ടവരിടത്ത് പ്രത്യേകമായൊരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെ എന്തിനാണ് വെക്കുന്നത്? നമുക്ക് ദേശീയ ഗാനമുണ്ട്, ദേശീയ പതാകയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതാംബയെ നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്നത് പോലെയുള്ള ഏത് കാര്യത്തോടും യോജിക്കാൻ സർക്കാരിൻ്റെ യാതൊരു മടിയുമില്ല. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഭൂമിയല്ല, ഈ ഭൂമിയെ അമ്മയായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു രീതി ഉണ്ടാവേണ്ടത്. പക്ഷെ എന്നാൽ അങ്ങേയറ്റത്തെ ഒരു മോശപ്പെട്ട രീതിയായിപ്പോയി ഉണ്ടായത്. എങ്ങനെയാണ് അത്തരൊരു നിലപാടിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. മറ്റിനെയും കൂടുതൽ അടുത്ത ദിവസം മനസ്സിലാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കടുംപിടുത്തം രാജ്ഭവൻ പറയുന്നതെന്ന് ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല. അത്തരമൊരു രീതിക്ക് വഴങ്ങുക എന്ന് പറഞ്ഞത് നമ്മുടെ മതനിരപേക്ഷ
കേരളത്തിന്, മതനിരപേക്ഷ ഭാരതത്തിന് നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ നിന്ന് ആ ഒരു ചടങ്ങ് അങ്ങനെ നടത്തേണ്ടതില്ല എന്ന് ഒരു നിശ്ചയത്തിലേക്ക് എത്തിയത്.